ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ വേദിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന തന്നെ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവും ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകും. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 30 മണ്ഡലങ്ങളിലൂടെയായിരിക്കും ഈ വോട്ടർ അധികാർ യാത്ര കടന്നു പോകുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും ഒപ്പം തന്നെ ഈ വോട്ട് കൊള്ളയ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ബീഹാറിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ അതിന് മറുപടി നൽകുക കൂടി ഈ ബീഹാറിൽ നിന്ന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ മുന്നണി നേതാക്കളടക്കം ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2024 തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇന്ത്യ മുന്നണിയിൽ അത്ര വലിയ ഒരു ഒന്നിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നാലെ ഈ വോട്ട് കൊള്ള ആരോപണവും ഒപ്പം തന്നെ വോട്ടർ പട്ടിക ഈ പരിഷ്കരണത്തിനുമൊക്കെ എതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ, ഇതൊക്കെ തന്നെ ഒന്നിച്ച് ഇതിനെ സംസ്ഥാന തലങ്ങളിലേക്ക് അടക്കം ഉയർത്തിക്കൊണ്ട് കൂടുതൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, കൂടുതൽ മെഗാ റാലികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിന്റെ ലക്ഷ്യത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യവും ഒപ്പമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.